പറടാ. ഞാൻ അവൻ്റെ വീട്ടില് അവൻ്റെ പണി കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഞാൻ വിളിച്ചാൽ വരാണ്ടിരിക്കും. ആ അതെ വരുന്നു. എങ്ങോട്ടാ? ബാ കേറ്, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. കിടഞ്ഞ ഒന്നും കഴിച്ചിട്ടില്ല. അതൊക്കെ സെറ്റാക്കാം, നീ കേറ്. കിടഞ്ഞ ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. അതൊക്കെ സെറ്റാക്കാടാ. സെറ്റാക്കോ? സെറ്റാക്കും. പോട്ടെ. എടാ അവനൊന്ന് വിളിച്ചു നോക്കണത് എത്ര നേരെ കൂപ്പ്. അതിനവനെ വിളിച്ചെടുക്കൂലല്ലോ. ആ കോൾ എടുക്കണില്ലേ ഭ്രാന്ത്. ആ വന്നു തോന്നണ. നീ ഏത് മറ്റോട് പോയി കിടക്കരുന്നടാ നായേ. ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇപ്പോഴാണ് കയറി വരുന്നത്. കേക്ക് ഒഴികെ ബാക്കി എല്ലാം എത്തിയൂടാ. എന്തുട്ടാടാ അളിയ ഒരു ടാസ്ക് ചെയ്യപ്പെട്ടോണ്ട് അല്ലാണ്ട് ഞാൻ. എടാ എന്തുട്ട് ടാസ്ക്? ആ തന്ത വീട്ടിൽ നിന്ന് രാത്രി പുറത്തിറങ്ങാൻ സമ്മതിക്കണ്ടേ? തന്ത സമ്മതിക്കൂലെന്ന്. നിനക്കപ്പം എൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോരേ. എന്നാ പിന്നെ അടുത്ത ചെയ്യാക്കേണ്ടി. ഈ പറഞ്ഞ ആളർക്കിക്കൊണ്ടുവന്ന ഞാനാണ്. അപ്പോഴാണ് അതേ സമയം 12 മണിയാവാനായി. കേക്ക് കുറിക്കണ്ടേ? ഒന്നേ ഇവിടുന്നാ മതി ഇങ്ങനെ. ഞാൻ എടുക്കാം. എടാകിലേ നിനക്ക് പണ്ടൊരു ചിക്കൻ ഉണ്ടായില്ല, അവളെന്താ ഇപ്പൊ? അതൊക്കെ ഇപ്പോഴും ഉണ്ടാ. ഇപ്പോഴും ഉണ്ട്. വേറെ ആരെ കൂടെ ഒന്നുള്ളൂ. അവനുള്ള ആട്ട് സെറ്റായി. ആ ഹലോ, ഞാനേ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ? ആ വരാന്ന് 12:30 വരാന്ന്. വരാ തീരുമാനായി. കുടുംബക്കാരൊക്കെ ഉറങ്ങിയാവോ? അവനങ്ങനെ പെട്ടെന്ന് ഉറങ്ങൊന്നുമില്ല. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു കോൾ ഒന്നാണ്, നിങ്ങളെയൊക്കെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. എടാ അവൻ്റെ വീട്ടിൽ പറഞ്ഞ സെറ്റാക്കിയല്ലേ കാര്യങ്ങളൊക്കെ? പിന്നെ അതൊക്കെ പറഞ്ഞ സെറ്റാണ്. നമ്മുടെ സർപ്രൈസ് ഉണ്ട്. അവൻ ഞെട്ടും. കണ്ടാ മതി. ഞെട്ടോ അവൻ? ഞെട്ടൂലേ? ഞെട്ടിക്കാം. ഒച്ചുണ്ടാക്കണ്ടൊന്ന് പതിയേവാ. ഇത്രയും പതിയെ മതിയാ? ആട്ടി തരട്ടെ? ഡോർ തുറക്കുമ്പോ തന്നെ കേൾക്കുള്ളൂ. ഇത് കൊള്ളാല. അടുത്ത് ഞാൻ എടാ പോപ്പർ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് സ്നോ അടിച്ച് നാട്ടങ്ങിരിക്കുന്ന സൗണ്ട് ഉണ്ടാക്കല്ലേ. എന്തുട്ടടാ ഇത്തവണെങ്കിലും ഇതൊന്ന് പൊട്ടുവോ?
കണ്ടേ മതി. ഞാൻ 10 സെക്കൻഡ് ഉള്ളൂ, 10 സെക്കൻഡ്. പോപ്പറൊക്കെ കറക്റ്റായിട്ട് ഓട്ടിച്ചോളണം, സ്നോ കറക്റ്റായിട്ട് അടിച്ചോളണം. ഞെട്ടിത്തെറിക്കണവൻ, ഞെട്ടൂലേ? ഞങ്ങൾക്ക് 10 സെക്കൻഡ് ഉള്ളൂ. വാ വാ വാ. 1 2 3 ഇപ്പൊ ശരിക്കും ഞെട്ടിയല്ല അജിനേടാ പൊട്ടിയില്ലേ? അവനോട് പോയി. എന്താടാ? ഏയ് ഒന്നുമില്ലടാ. ഒന്നുമില്ലാണ്ടാണല്ലോ നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കണേ, അത് ഈ നേരത്ത്. കാര്യം പറടാ. എടാ ഒന്നുമില്ലടാ, എനിക്കൊരു കുഴപ്പമില്ല. അച്ഛാനെ ഹാപ്പി ബർത്ത്ഡേ. എടാ തിരക്കായിരുന്നിട്ടാ വിളിക്കാനേ. ഞാൻ എന്തായാലും അടുത്ത മാസം വന്നുണ്ട്, നമുക്ക് കാണാം. നീ എന്തീ കാണിക്കണ? കോള് കട്ടാക്കണ എന്തിനാ? ഇത് അത്ര അത്യാവശ്യമുള്ള കോളൊന്നല്ല. അത്യാവശ്യമാണല്ലേ എന്നുള്ളത് എടുത്തു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ വന്നിരിക്കണ എനിക്കൊരു സമാധാനമായിട്ടിരിക്കാനാണ്. എടാ നീ എന്താണ് ഇവിടെ വന്നിരിക്കണത്? എടാ അവന്മാരൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്, നിനക്ക് വേണ്ടിയില്ല ഇതൊക്കെ ചെയ്യണത്. വന്നേ, വാ പോവാ. എടാ നീ ചെല്ല്, ഞാൻ വരാം. എടാ തമാശ കളിക്കില്ലേ? അവന്മാരവിടെ നിൽക്കണ നിന്നെ നോക്കിയല്ലടാ. എടാ വാടാ, വണ്ടി ഉണ്ട്, ഞാൻ വരാം. കളിക്കലടാ, ടൈം ആവാനായി. നിനക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യണത്. എടാ ഞാൻ എന്തായാലും വന്നോളാം, നീ വിട്ടോ. എന്നാ നീ ബൈക്ക് എടുത്ത് വരൂ. നീ ഇതാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണത്. ബർത്ത്ഡേ കോപ്പ്. ആരും എന്നെ മനസ്സിലാക്കണില്ല. അതിന് നീ എത്രത്തോളം അവന്മാരെ മനസ്സിലാക്കിയുണ്ട്? ഈ ഒരു ഹാപ്പി എന്ന് വെച്ചാൽ ലൈഫ് ഫുൾ ഹാപ്പി ആയിന്നാണോ? എടാ മനുഷ്യന്മാർക്ക് അവരെ തന്നെ ഓർക്കാൻ നേരമല്ല, അപ്പോഴാണ്. പക്ഷെ ഉണ്ടല്ല, ഇപ്പം ഈ കാണിച്ചതെല്ലാം അവന്മാര് നിനക്ക് വേണ്ടിയിട്ട് മാത്ര. എടാ നീ അവിടെ ഉണ്ടാവണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ. നമുക്കൊക്കെ ആകപ്പാട് സ്വന്തം എന്ന് പറയാനായിട്ട് ഓർമ്മകളെ കാണും. എടാ ഇത് അതുപോലൊരു മൊമെന്റാ, നീ ചെല്ലാൻ നോക്ക്. നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാടാ? പറടാ. ഞാൻ അവന്റെ വീട്ടില്. അവന്റെ പണി എത്തിയിട്ടുണ്ട്. ഞാൻ വിളിച്ചാൻ വരാണ്ടിരിക്കൂ. ആ അതെ വരുന്നു. എങ്ങോട്ടാ?
ബാ കേറ്, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എടാ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അതൊക്കെ സെറ്റാക്കാം, നീ കേറ്. എടാ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. അതൊക്കെ സെറ്റാക്കാടാ. സെറ്റാക്കോ? സെറ്റാക്കും. സെറ്റാക്കിയാ മതി. പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ അവനവിടെ തന്നെ ഇരിക്കണ്ടായി. കിട്ടിയാ? ആ ഞാൻ ചെന്നപ്പോൾ അവനവിടെ ഇരിക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി എടുത്ത് വരാമെന്നാണ് പറഞ്ഞത്. ലാഗാക്കൂലായിരിക്കും. ആ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഗോവിന്ദ് ഇങ്ങനെയാണ്. എല്ലാവരിൽ നിന്നൊഴിഞ്ഞു മാറി ഒറ്റയ്ക്ക്. ചോദിച്ചാൽ പറയും ആനന്ദിൻ്റെ കൂടെയാണ്, അവനോട് സംസാരിക്കുകയാണെന്ന്. ആനന്ദ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരോർമ്മയാണ്. പക്ഷേ ആനന്ദില്ല എന്ന് വിശ്വസിക്കാൻ അവന് കഴിയുന്നില്ല. ഇപ്പോഴും ആ ഓർമ്മയിൽ ജീവിക്കുകയാണ് അവൻ.